ഹായ് ഡീസ്, ഓണം എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്. കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്ക് പുതിയതാണെങ്കിലും അതെങ്ങനെ പഠിച്ചെടുക്കണമെന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കൂളുകളിൽ ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്, ട്യൂഷൻ സെൻറ്ററിൽ ഒരു അതിവേഗം മുന്നോട്ടേക്ക് എന്നുള്ള രീതിയിൽ അതിവേഗം ബഹുദൂരമെന്നോ അങ്ങനെ പറയാമല്ലേ. അപ്പോൾ അതുപോലെ കുറച്ച് മുന്നോട്ട് ഓടിയിട്ടുണ്ട്. ചിലപ്പോൾ സ്കൂളിൽ യൂണിറ്റ് എക്സാം ആയിരിക്കും, ട്യൂഷനിലും യൂണിറ്റ് എക്സാം ആയിരിക്കും. ചില ട്യൂഷൻ സെൻറ്ററുകളിൽ നൈറ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ യൂട്യൂബിൽ ലൈവിലേക്ക് വരുന്നവരുണ്ട്, ആപ്പിൽ ജോയിൻ ചെയ്തവരുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എവിടെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊരു ഐഡിയ ഇല്ലാതെ നിൽക്കുകയാണ്. ഇനി തുടങ്ങിയവരാകട്ടെ ഇതെങ്ങനെ തീർക്കും എന്നുള്ള ചിന്താഗതിയിലാണ്. നിങ്ങളിതിൽ ഏത് അനുഭവത്തിലൂടെ കടന്നു പോകുന്ന കുട്ടിയാണെങ്കിലും ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം അവസാനം വരെ കണ്ടേ പറ്റുള്ളൂ. ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റ് ഓണം എക്സാമിലേക്ക് എങ്ങനെ അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാം. അതിന് വലിയ ത്യാഗമൊന്നും ചെയ്യേണ്ട. ഞാൻ പറയുന്ന രീതിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് മാറ്റി പഠിച്ചാൽ മതി. ആദ്യം വരുത്തേണ്ട മാറ്റം എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം. ഒന്ന്, 10th ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ 9th ടെക്സ്റ്റ് ബുക്ക്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് 9th ആവാം 10th ആവാം. ഞാൻ പ്രൈവറ്റ് ഇപ്പോൾ 10th കൊടുത്തുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ആക്കുക. ഓക്കെ, ആ ടെക്സ്റ്റ് ബുക്കിനെയാണ് ആദ്യം നിങ്ങൾ പഠിച്ചെടുക്കേണ്ടത്. നിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നിനക്ക് എന്താണ് ഓരോ ചാപ്റ്ററിലും പഠിക്കാനുള്ളത്. ഫോർ എക്സാമ്പിൾ 10th ഒന്നാമത്തെ ചാപ്റ്റർ നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം, ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമറിസവും. ഈ ചാപ്റ്ററിൽ എന്താണ് എന്നെ പഠിപ്പിക്കുന്നത്, ടെക്സ്റ്റ് ബുക്കിലൂടെ ഞാൻ എന്താണ് പഠിക്കേണ്ടത് എന്നതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പർ. ആ ടെക്സ്റ്റ് ബുക്കിൽ നീ ഇപ്പോൾ പഠിക്കുന്നത് ബ്രാഞ്ചിന് പേരിടുന്നു. മോർ ദാൻ വൺ ബ്രാഞ്ച്, ഒന്നിൽ കൂടുതൽ ബ്രാഞ്ച് വന്നാൽ ഐസോമറിസം, അരോമാറ്റിക് കോമ്പൗണ്ടുകൾ, ഈ വലയ സംയുക്തങ്ങൾ, ഇതൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ എന്തിനത് പഠിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞു, ഇതെങ്ങനെയാണ് ഒരു ചോദ്യപേപ്പറിൽ ചോദ്യമായിട്ട് വരുന്നത്. ആ ചോദ്യങ്ങളിലൂടെ കടന്നു പോകും, അതായത് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെയും കൂടി കടന്നു പോകുമ്പോഴാണ് നിങ്ങൾക്ക് എക്സാം എളുപ്പമാകുന്നത്. നിങ്ങളിപ്പോൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൂടി ഇരിക്കുക. സ്കൂൾ തരുന്നൊരു നോട്ട് വായിക്കും, എക്സാം നടത്തും, നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പക്ഷേ ഓണപ്പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിലേക്ക് തരുമ്പോൾ ഈ ചോദ്യം ഞാൻ പഠിച്ചിട്ടില്ലല്ലോ, പക്ഷെ ഇതെനിക്ക് അറിയാമല്ലോ, ഞാനിത് കണ്ടിട്ടുണ്ടല്ലോ. അരോമാറ്റിക് കോമ്പൗണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, പക്ഷേ ബെൻസീൻ്റെ മുകളിൽ OH വന്നാൽ ഫിനോൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടായിക്കൊള്ളണമെന്നില്ല. അതുപോലെ ഐസോമറിസം, നിങ്ങൾക്ക് 4 ഐസോമറിസം ഈ വർഷം പഠിക്കാനുണ്ട്. കഴിഞ്ഞ വർഷം 3 ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ 4 ഐസോമറിസത്തിൻ്റെ ഒരു ചോദ്യം നിങ്ങൾ ചെയ്യുമ്പോൾ, ഓണപ്പരീക്ഷയുടെ പേപ്പറിൽ നിങ്ങൾ ആ ചോദ്യം കാണുമ്പോൾ, എനിക്ക് 4 ഐസോമറിസവും കാണാതെ അറിയാം, പക്ഷേ എനിക്ക് ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഒരവസ്ഥ എക്സാം ഹാളിൽ ഉണ്ടാകരുത്. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ടെക്സ്റ്റ് ബുക്കിലൂടെ കടന്നു പോവുക. രണ്ടാമത് ആ കടന്നുപോയ തിയറിയിലൂടെ കണ്ടന്റ് അല്ലെങ്കിൽ കോൺസെപ്റ്റ് ക്ലിയർ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് പരീക്ഷാ പേപ്പറിൽ ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളത് നിങ്ങൾ ക്ലിയർ ചെയ്ത് പഠിച്ചിരിക്കണം. ഇതാണ് മെത്തേഡ്. ടെക്സ്റ്റ് ബുക്ക് വായിക്കുക എന്നതല്ല, ടെക്സ്റ്റ് ബുക്കിനെ മനസ്സിലാക്കി വെക്കുക. അതിനെ ഒരു എക്സാം പേപ്പറിലെ ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതാൻ പറ്റിയ രീതിയിലേക്ക് ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ തിയറിയെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഒരു കുട്ടി ചെയ്യേണ്ടത്. നിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നിനക്ക് 4 ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിലും ഈ വരുന്ന ഓണം എക്സാമിന് നിനക്ക് ആദ്യം പഠിക്കാനുള്ളത് ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണമാണ്. 2 അതിൻ്റെ ഓർഗാനിക്കിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ. 3 പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും, പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ ഒരു 1/3 ഭാഗം കൂടി നിങ്ങൾക്ക് പഠിക്കാനുണ്ടായേക്കും. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു ടെക്സ്റ്റ് ബുക്ക്. ടെക്സ്റ്റ് ബുക്ക് ഞാൻ മുന്നിൽ വെച്ചിട്ടുണ്ട്, നോമൻക്ലേച്ചർ. ഈ ടെക്സ്റ്റ് ബുക്ക് സാറേ എങ്ങനെയാണ് പഠിക്കേണ്ടത്? നിങ്ങൾ ആദ്യം എന്താണെന്നറിയോ, ആ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചുവന്ന ലെറ്ററിൽ ഒരു ഹെഡിങ് ഉണ്ടാവും, നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയിൻസ് വിത്ത് 1 ബ്രാഞ്ച്. ഒരു ചുവന്ന ലെറ്ററിൽ ഹെഡിങ് കൊടുത്തത് എന്തിനാണെന്നറിയോ? എടാ ഇതൊരു ടോപ്പിക് ആട്ടോ എന്ന് പറയാണ് നിങ്ങളോട് SCERT. അപ്പോൾ നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് വിത്ത് നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയിൻസ് വിത്ത് 1 ബ്രാഞ്ച്, 2 മീഥൈൽ പ്രൊപ്പൈൻ, 3 മീഥൈൽ ബ്യൂട്ടൈൻ എന്നൊക്കെ. 3 മീഥൈൽ ബ്യൂട്ടൈൻ വരില്ല, 1 2 3 3 മീഥൈൽ പെൻറ്റൈനും അങ്ങനെ ഒരു 3 മീഥൈൽ പെൻറ്റൈൻ 1 2 3 2 മീഥൈൽ പെൻറ്റൈൻ അങ്ങനെയൊക്കെ വരും. അപ്പോൾ ആ പേര് നിങ്ങളെ ഇടാൻ പഠിപ്പിക്കുന്ന ഒരു ടോപ്പിക്കാണ് എന്ത്, 1 ബ്രാഞ്ച് എന്ന് പറയുന്നത്. ആ ടോപ്പിക്ക് നിങ്ങൾ ക്ലിയർ ആക്കുക എന്ന് കൂട്ടിക്കോ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്ത ടോപ്പിക്ക് വരുന്നത് ഏതാണെന്നറിയോ? നമ്മുടെ നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയിൻസ് വിത്ത് മോർ ദാൻ 1 ബ്രാഞ്ചാണ്. അതാണ് അടുത്ത ടോപ്പിക്ക്. സോ
നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി. ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം എനിക്ക് പഠിക്കാനുള്ളത് 1 ബ്രാഞ്ചാണ്, 2 ആൽക്കൈൻസ് വിത്ത് മോർ ദാൻ 1 ബ്രാഞ്ചാണ്. അത് കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള ചില ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വരുന്നത് ഏതാണ്? നമ്മുടെ നോമൻക്ലേച്ചർ ഓഫ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ആണ്. കാര്യം ആദ്യം ആൽക്കൈൻ പഠിച്ചു, അതിൻ്റെ ബ്രാഞ്ചിങ് 1ഉം പഠിച്ചു, മോർ ദാൻ 1ഉം പഠിച്ചു. ഇനി ഡബിൾ ബോണ്ട് ആയിട്ടുള്ള ട്രിപ്പിൾ ബോണ്ടിൻ്റെയും പേരിടുന്ന ചടങ്ങാണ് എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നീട് പഠിക്കുന്നത് എന്താണെന്നറിയോ? നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആണ്. ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. സോ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് കഴിഞ്ഞ വർഷമൊക്കെ 4 ഉണ്ടായിരുന്നുള്ളൂ. ഈ വർഷം എന്ത് ചെയ്തിട്ടുണ്ട്? ആൽഡിഹൈഡും കീറ്റോണും എന്ത് ചെയ്തിട്ടുണ്ട്? ആഡ് ചെയ്തിട്ടുണ്ട്. സോ ആ ഫങ്ഷണൽ ഗ്രൂപ്പ് ആദ്യം വരുന്നത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ്. അത് പ്രത്യേകം ഹെഡിങ് പരാമർശിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങളെ പഠിപ്പിക്കുന്നത് കാർബോക്സിൽ ഗ്രൂപ്പ്, പിന്നെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് വരുന്നുണ്ട്, പിന്നെ കീറ്റോ ഗ്രൂപ്പ് വരുന്നുണ്ട്, അങ്ങനെ എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഹാലോ ഗ്രൂപ്പ് വരുന്നുണ്ട്, ആൽക്കോക്സി ഗ്രൂപ്പ് വരുന്നുണ്ട്. അങ്ങനെ ഫങ്ഷണൽ ഗ്രൂപ്പ് കഴിഞ്ഞാൽ പിന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? അരോമാറ്റിക് കോമ്പൗണ്ടിലേക്ക് പോകുന്നത്. ഞാൻ ഓരോ ടോപ്പിക്കായിട്ട് പറയുന്നത്. ആദ്യം ബ്രാഞ്ച് പഠിച്ചു, മോർ ദാൻ 1 ബ്രാഞ്ച്, പിന്നെ ഡബിൾ ബോണ്ടിനും ട്രിപ്പിൾ ബോണ്ടിനും പേരിടാൻ പഠിച്ചു. പക്ഷെ അവിടെ പഠിക്കാത്തൊരു സാധനമുണ്ട്. ഡബിൾ ബോണ്ടിനും ട്രിപ്പിൾ ബോണ്ടിൻ്റെയും ബ്രാഞ്ച് പഠിക്കുന്നില്ല, ജസ്റ്റ് പേരിടൽ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. പെൻഡ് ടു ഐൻ, പെൻഡ് ടു ഈൻ, അങ്ങനെ ജസ്റ്റ് ഒരു പേര് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഫങ്ഷണൽ ഗ്രൂപ്പ് പഠിക്കുകയാണ്. അതും കഴിഞ്ഞിട്ടാണ് അരോമാറ്റിക് കോമ്പൗണ്ടുകൾ. അത് വലുതാക്കി പഠിക്കാനൊന്നുമില്ല. അരോമാറ്റിക് കോമ്പൗണ്ട് ഇതാ ബെൻസീൻ്റെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, ഫിനോളിൻ്റെ ഒരു പിക്ചർ ഉണ്ട്, കാർബോക്സി ബെൻസോയിക് ആസിഡ് ഉണ്ട്. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ പോകുന്നത് ഐസോമറിസം. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു ഐസോമറിസം നിങ്ങൾക്ക് 4 പഠിക്കാനുണ്ട്. അതാണ് ചുവന്ന ലെറ്റർ കൊടുത്തത്. ഒന്ന് ചെയിൻ ഐസോമറിസം ആണ്, രണ്ടാമത് പൊസിഷൻ ഐസോമറിസം, മൂന്നാമത് വരുന്നത് ഫങ്ഷണൽ ഐസോമറിസം, 4ാമത് ഈ കൊല്ലം പുതിയത് ആഡ് ചെയ്തതാണ് നമ്മുടെ സ്വന്തം മെറ്റാമറിസം. എവിടെ പോയി മെറ്റാമറിസം? ഇവിടെ മെറ്റാമറിസം അവിടെ കിടക്കുന്നത്. ഞാൻ പോയതായിരിക്കും. മെറ്റാമറിസാണ് 4ാമത്തത്. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമ്മുടെ ലെറ്റസ് ആസസാണ്. അപ്പോൾ ചാപ്റ്റർ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ലെറ്റസ് ആസസിലേക്ക് പോകുന്നു. അതിലുള്ള ചോദ്യങ്ങളൊക്കെ ചെയ്ത് വെക്കണമെങ്കിൽ വെക്കാം. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, എന്താണെന്നറിയോ? ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് 1, 2, 3, 4, 5, 6 പാർട്ടുകളായിട്ട് മാറ്റാൻ പറ്റും. ഒരു ചാപ്റ്ററിനെ നിങ്ങൾക്ക് 6 പാർട്ടാക്കി മാറ്റി. സോ ഞാൻ എന്ത് ചെയ്തു? ടെക്സ്റ്റ് ബുക്ക് വായിച്ചു, അതിലുള്ള ടോപ്പിക്കുകളെ ഞാൻ ബ്രേക്ക് ചെയ്തു, അതായത് ഫിൽട്ടർ ചെയ്തു, അല്ലെങ്കിൽ പാർട്ടീഷൻ ചെയ്തു. 6 ടോപ്പിക്കാക്കി മാറ്റി. 1 ബ്രാഞ്ച്, മോർ ദാൻ 1 ബ്രാഞ്ച്, അൺസാച്ചുറേറ്റഡ്, ഫങ്ഷണൽ, ആരോമാറ്റിക്, ഐസോമറിസം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഈ പാർട്ടുകൾ പെട്ടെന്ന് അങ്ങോട്ട് മനഃപ്പാഠം പഠിക്കാം. പഠിക്കേണ്ട സാധനം തന്നെ. മെത്, ഏത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻറ്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ടൻ, നണ്ണ്, ഡക്ക്. ഇത് ഞാൻ പഠിച്ചത് എന്നെ കാണാതെ പഠിപ്പിച്ചതാണ്. 1 എന്ന് പറഞ്ഞാൽ മെത്ത്, 2 എന്ന് പറഞ്ഞാൽ ഇത്, 3 പ്രൊപ്പ്. അത് പഠിക്കേണ്ടതാണ്. സോ ആ പഠിക്കാനുള്ളതിനെ പഠിപ്പിക്കുന്നതിനാണ് ബേസിക് എന്ന് പറയാം. 1 കൂട്ടിയാൽ 2, 1 കൂട്ടിയാൽ 2 എന്ന് ഞാൻ പഠിച്ചു, നിങ്ങളും പഠിച്ചു, മനഃപ്പാടാക്കി പഠിച്ചു. അതിനുശേഷം നമ്മൾ എവിടെ 1 കണ്ടാലോ 1 + 1 2 അത്രയുള്ളൂ. അപ്പം എവിടെയോ കണ്ടതുപോലെ ഫീൽ ചെയ്യും. അപ്പോൾ ഈ 6 ടോപ്പിക്കുകളെ നീ എന്ത് ചെയ്യണം? ഓരോ ടോപ്പിക്കിനെയും ബേസ് റെഡിയാക്കണം. ബേസ് എന്ന് പറഞ്ഞാൽ കാണാതെ പഠിക്കുക. കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആ കാണാതെ പഠിച്ചതിനെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. 2 മീഥൈൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ 3 മീഥൈൽ ബ്യൂട്ടൈൻ വരൂല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ 3 മീഥൈൽ ബ്യൂട്ടൈൻ വരൂല എന്ന് ഞാൻ പറയാനുള്ള റീസൺ എന്താ? നീ പേര് പഠിച്ചിട്ടുണ്ടതാ, ഞാൻ കാണിച്ചുതരാം. CH3 ഞാനിപ്പോൾ ഇവിടെ എഴുതിയതാ 3 മീഥൈൽ ബ്യൂട്ടൈൻ എന്ന് ഞാൻ പേര് എഴുതി. പക്ഷേ ഇത് വരൂല എന്ന് ഞാൻ പറയാനുള്ള റീസൺ എന്താ? നീ ജസ്റ്റ് വരച്ചു നോക്കുക. ബ്യൂട്ടൈൻ CH3 CH2 CH3 ഇതാണല്ലോ ബ്യൂട്ടൈൻ. CH2 CH3 ഇതിൽ 3ാമത്തെ മീഥൈൽ ഗ്രൂപ്പ്. സോ ഞാനിവിടെ എന്ത് ചെയ്യാണ്? ഈ 2 ഒഴിവാക്കി ഇവിടെ CH3 ഗ്രൂപ്പ് ആഡ് ചെയ്തു. ഇനി നിങ്ങൾ ഇതിൻ്റെ ഒരു പേരിട്ടോക്ക്. നിങ്ങൾ പഠിച്ചത് പ്രകാരം എന്താ ഇതിൻ്റെ പേര്? 2- മീഥൈൽ ബ്യൂട്ടൈൻ അല്ലേ? 2- മീഥൈൽ ബ്യൂട്ടൈൻ ഇതാണ് ഇവൻ്റെ പേര്. പക്ഷെ ഞാൻ 3 മീഥൈൽ ബ്യൂട്ടൈൻ എന്നല്ലേ പറഞ്ഞത്? ഈ പേര് വരൂല എന്ന് ഞാൻ മനസ്സിലാക്കിയത് 3 മീഥൈൽ വന്നാൽ പിന്നെ ബ്യൂട്ടല്ല ഉണ്ടാവുക. അതിൻ്റെ അപ്പുറത്ത് എന്തുണ്ടാവും? ഒരു ചെയിനേ ഉണ്ടാവുള്ളൂ, ഒരാളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ഈ ലെവലിൽ നിങ്ങൾക്ക് മനസ്സിലുണ്ടാവില്ലല്ലേ സാധനം. അതായത് 3 മീഥൈൽ ബ്യൂട്ടൈൻ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു, അത് തെറ്റാണ് എന്ന് ഞങ്ങളോട് പറഞ്ഞു. എന്താ സാറേ തെറ്റിപ്പോയത്? ഞങ്ങൾക്കിവിടെ വരച്ച് കാണിച്ചു തന്നു. 3 മീഥൈൽ ബ്യൂട്ടൈൻ എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെയാണ് നിങ്ങൾ വരച്ചാൽ കിട്ടുക. ഇനി നിങ്ങളൊന്ന് പേരിട്ട് നോക്ക്. അപ്പോൾ അതിൻ്റെ പേരെന്താ ഉണ്ടാവുക? 2 മീഥൈൽ ബ്യൂട്ടൈൻ.
അപ്പോൾ ഒരു പേര് തന്നിട്ട് ശരിയാണോ എന്ന് ചോദിക്കൂലേ? കഴിഞ്ഞ വർഷമൊക്കെ ചോദിച്ചിട്ടുണ്ടല്ലോ, കഴിഞ്ഞ 5 കൊല്ലത്തിനുള്ള എത്രയോ തവണ ചോദിച്ച ചോദ്യം അത്. 3-methyl butane വരൂല, ആരേ വരുള്ളൂ, 2-methyl butane വരും. അപ്പോൾ ഇതെങ്ങനെ എനിക്ക് മനസ്സിലായി? കോൺസെപ്റ്റ് ക്ലിയർ ആയതുകൊണ്ടാണ്. അപ്പോൾ ആ കോൺസെപ്റ്റ് ക്ലിയർ ആക്കി എടുക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? നിൻ്റെ ഉത്തരവാദിത്തം. അത് ക്ലിയർ ആക്കാത്തിടത്തോളം ടെക്സ്റ്റ് ബുക്കിനെ നിനക്ക് കലക്കി കലക്കി കുടിച്ചെടുക്കാൻ പറ്റില്ല. ഇനി ടെക്സ്റ്റ് ബുക്ക് നീ ക്ലിയർ ആക്കി ആ 6 പാർട്ടുകളും 6 പാർട്ടുകളാക്കി പഠിച്ചു വെച്ചു. നിനക്ക് സംശയം, സർ ഇതിലേത് പാർട്ടുകൾക്കാണ് കൂടുതൽ വെയിറ്റേജ്? അവിടെയാണ് നിങ്ങൾക്ക് SCERT എന്ത് പറഞ്ഞതെന്നറിയോ? ഷോർട്ട് നോട്ട് തയ്യാറാക്കുക. അതിനുശേഷം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ആര് പുറത്തു വിട്ടിട്ടുണ്ട്? നമ്മുടെ SCERT പുറത്തു വിട്ടിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓരോ ചോദ്യങ്ങളുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പേഴ്സ് റെപ്രസെൻറ്റ് മോണോവേഴ്സ് ഓഫ് നൈലോൺ 6? അത് സെക്കൻഡ് ചാപ്റ്റർ ആണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ ഇപ്പോൾ അനാൽക്കിൻ എക്സ് വിത്ത് 2 കാർബൺ ആറ്റംസ് അണ്ടർഗോ അഡീഷൻ റിയാക്ഷൻ, അതും സെക്കൻഡ് ചാപ്റ്റർ ആണ്. ഫങ്ഷണൽ ഗ്രൂപ്പുകളുടെ പിന്നെ എന്ത് തന്നു? ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ഒരു ഐഡൻറ്റിറ്റി തന്നു. എന്നിട്ട് നിങ്ങളോട് പേര് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞത്. OR ഈതർ, CHO ആൽഡിഹൈഡ്, കുച്ച് കാർബോക്സിലിക് ആസിഡ്, OH ആൽക്കഹോൾ. ഇത് ഞാൻ ചെയ്തത് എന്തുകൊണ്ടാണ്? ഞാൻ കാണാതെ പഠിച്ചൊരു ബേസിക് ഉള്ളതുകൊണ്ടാണ് അല്ലേ? അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ സാധനവും എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഫങ്ഷണൽ ഗ്രൂപ്പ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ആ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഞാൻ എന്ത് ചെയ്യും? ഈ ഫങ്ഷണൽ ഗ്രൂപ്പിൽ എഴുതി വെക്കും. ഫങ്ഷണൽ ഗ്രൂപ്പ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിനെ ഉപയോഗിച്ചിട്ട് SCERT പുറത്തിറക്കിയ പുതിയ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഓണപരീക്ഷയുടെ ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ പ്രകാരം ഏതൊക്കെ റിയാക്ഷൻസിനാണ് ഇമ്പോർട്ടൻറ്റ് എന്ന് കൊടുക്കുക. IUPAC നെയിംസ് ഓഫ് ദ ഫോളോയിങ് ഓർഗാനിക് കോമ്പൗണ്ട് കണ്ടോ? ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പേര് ഇതാ, 2-chlorobutane 1 2 3 4 5 pent3 അയൻ. സോ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. സോ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ആട്ടോ, നിങ്ങൾ പേടിക്കണ്ട. ഞാൻ സ്പീഡിൽ ഇതാക്കുന്നതുകൊണ്ട് നിങ്ങൾ പേടിക്കുന്നു വേണ്ട കേട്ടോ. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കൃത്യമായി പഠിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ റിവിഷൻ ചെയ്യണം. സോ ടെക്സ്റ്റ് ബുക്കിനെ പാർട്ടുകളാക്കി മാറ്റി, അതിനുശേഷം ആ ചാപ്റ്ററിൻ്റെ പാർട്ടുകളിൽ ഏത് പാർട്ടാണ് കൂടുതൽ വെയിറ്റേജ് എന്ന് ക്വസ്റ്റ്യൻ പേപ്പറുകളിലൂടെ മനസ്സിലാക്കി, അതിനുശേഷം നീ പഠിച്ചെടുത്ത ടെക്സ്റ്റ് ബുക്കും നീ പിന്നെ പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻസും കൂടി ഒരുമിച്ച് റിവിഷൻ ചെയ്യാം. അതാണ് 3ാമത്തെ ചടങ്ങ്. അങ്ങനെ റിവിഷൻ ചെയ്യുന്നതോടുകൂടി എന്തായി? നിൻ്റെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ചാപ്റ്റർ നീ പഠിച്ചു എന്നങ്ങോട്ട് നിനക്ക് എന്ത് ചെയ്ത് വെക്കാം? മാർക്ക് ചെയ്ത് വെക്കാം, നോട്ട് ചെയ്ത് വെക്കാം. ഒരു ചാപ്റ്റർ നീ പഠിച്ചു. ഇങ്ങനെ വേണം അടുത്ത ചാപ്റ്റർ പഠിക്കാൻ. ഇങ്ങനെ കെമിസ്ട്രി പഠിച്ചാലേ നിനക്ക് കെമിസ്ട്രിയിൽ A+ കിട്ടുള്ളൂ. ഇത് പറയുന്നത് ഒരു കെമിസ്ട്രി അധ്യാപകനാണെന്ന് കൂട്ടിക്കോ. ഒരു കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ചുകൊണ്ട് പുതിയ ടെക്സ്റ്റ് ബുക്കാണ്, പുതിയ സിലബസ് ആണ് എന്ന് നിങ്ങളെ പേടിപ്പിച്ച ആൾക്കാരോട് MS പറയാനുള്ളത് 3 മെത്തേഡ് ചെയ്താൽ മതി. 1, ടെക്സ്റ്റ് ബുക്കിനെ പാർട്ടുകളാക്കി മാറ്റുക. ആ പാർട്ടുകളെ കൂടുതൽ നന്നായിട്ട് ബേസോടുകൂടി ആദ്യം പഠിച്ചെടുക്കുക. അതിനുശേഷം കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക. 2ാമതായിട്ട് എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസിലേക്ക് ഇറങ്ങുക, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകളിലേക്ക് ഇറങ്ങുക. അപ്പോൾ നിനക്ക് മനസ്സിലാകും ഞാൻ പഠിച്ച തിയറിയും ഞാൻ പഠിച്ച പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാകും. അങ്ങനെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതോട് നിനക്കൊരു ഐഡിയ കിട്ടി. അതായത് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ഐസോമറിസം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ മോർ ദാൻ നമ്മുടെ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണിൻ്റെ പേരിടുന്ന ചടങ്ങില്ലേ, അത് 1-2 ചോദ്യങ്ങൾ, ഒരു ചോദ്യമൊക്കെ ചോദിക്കുള്ളൂ, കൂടുതലൊന്നും ചോദിക്കില്ല. അതിനെ കുറിച്ച് ഞാൻ വഴിയെ മനസ്സിലാകും. ഞാൻ പറയുന്നത് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. ഞാൻ ഓണപരീക്ഷ എന്നതിനേക്കാൾ പബ്ലിക് എക്സാമിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. പബ്ലിക് എക്സാം എത്തുമ്പോൾ ചിലപ്പോൾ മോർ ദാൻ വൺ ബ്രാഞ്ചിനായിരിക്കും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. അപ്പോൾ എന്തിരുന്നാലും ആ ടെക്സ്റ്റ് ബുക്കിനെ പാർട്ടുകളാക്കി മാറ്റി, ചാപ്റ്റർ ക്ലിയർ ആക്കി മാറ്റി, അതിനുശേഷം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് അതിനുശേഷം റിവിഷൻ ചെയ്യുന്ന ഒരു കുട്ടിക്കാണ് ഓണപരീക്ഷയ്ക്ക് പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോൾ എളുപ്പമാണ് എനിക്ക് എക്സാം എന്ന് പറയാൻ കഴിയുക. ചുറ്റുള്ള പലതും പറഞ്ഞാലും എനിക്ക് എക്സാം എളുപ്പമാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും. അങ്ങനെ പറയാൻ തന്നെ വേണം നിങ്ങൾ. ഓക്കെ, സോ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ഒരു ടെക്സ്റ്റ് ബുക്ക്
ഓണപ്പരീക്ഷയ്ക്ക് വേണ്ടി കെമിസ്ട്രി എങ്ങനെ പഠിക്കണമെന്നും എങ്ങനെ പഠിച്ചാലാണ് നല്ല മാർക്ക് നേടിയെടുക്കുക എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് അനാലിസിസാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ തന്നത്. ലെങ്ത് ഒന്നും നിങ്ങൾ നോക്കി എന്താ പറയുക ബോറടിച്ചിട്ടുണ്ടാവില്ല ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം, ഇങ്ങനെ പാർട്ടാക്കി അതിൻ്റെ ക്വസ്റ്റ്യൻസ് സിമ്പിൾ, മീഡിയം, ഹാർഡ് ലെവലിൽ 3 ലെവലാക്കി മാറ്റി, ലെവൽ 1, ലെവൽ 2, ലെവൽ 3 3 ലെവലാക്കി മാറ്റി അതിനുശേഷം ഒരു എക്സാം എഴുതിപ്പിച്ച് അതിനുശേഷം മെൻറ്ററുമായിട്ട് ഇരുന്ന് എന്താ പറയുക ഒരു സൂം ലൈവും കാര്യങ്ങളൊക്കെ ഇരുന്ന് അതിനുശേഷം കുട്ടീനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ കുട്ടി എക്സാം ഹാളിലേക്ക് വിടുന്നത്. നിങ്ങൾക്കിങ്ങനെ ക്ലിയറാക്കി ഓരോ ചാപ്റ്ററും അതിനെ പാർട്ടാക്കി അതിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് അതും ലെവൽ 1, ലെവൽ 2, ലെവൽ 3 സിമ്പിൾ, മീഡിയം, ഹാർഡ് ലെവലിൽ പ്രാക്ടീസ് ചെയ്ത് മോസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസിലൂടെയും കൂടി കൊണ്ടുപോയിട്ട് നിങ്ങളെ യൂണിറ്റ് എക്സാം എഴുതിപ്പിച്ചിട്ട് എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റത്തിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തുകൊണ്ട് MS സൊല്യൂഷൻസിൻ്റെ റിവിഷൻ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓണം എക്സാം കണ്ടുകൊണ്ട് തുടങ്ങിയ പുതിയൊരു ബാച്ചാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ കാണുന്ന മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സോ ഉഷാറായിട്ട് നമുക്ക് ഇതുപോലെ പഠിക്കണം, നന്നായിട്ട് പഠിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS ഫ്രം MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.